കുഞ്ഞിലേ തുടങ്ങി ഡോക്ടറാണമെന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഞാൻ എത്തിയത് ഒരു ബി.ടെക് സ്റ്റുഡൻ്റായിട്ടാണ്. ഞാനിപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ ബി.ടെക് സിവിൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയറിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഈ ജേണി ലൈക്ക് ഫ്രം നീറ്റ് ടു ബി.ടെക് എങ്ങനെയായിരുന്നെന്നും എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് എൻ്റെ കോളേജിൽ പോയി വന്നതിന് ശേഷമുള്ള ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗ് പോലെ എന്തൊക്കെയാണ് സംഭവം, ഞാൻ കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പഠിക്കുന്നത്, അങ്ങനെ ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ജൂലൈ 1 ക്ലാസ് തുടങ്ങിയെങ്കിലും ഞങ്ങൾക്ക് ലൈക്ക് ഒരു 1 വീക്ക് ഫുൾ ബ്രേക്കായിരുന്നു. ബ്രേക്ക് മീൻസ് ഫുൾ ഹോളിഡേയ്സ് ആയിരുന്നു. കാരണം SFIയുടെ സ്ട്രൈക്ക്, KSUവിൻ്റെ സ്ട്രൈക്ക്, അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ട്രൈക്ക് എല്ലാം കൂടി ഞങ്ങൾക്ക് ഒരാഴ്ച എന്തായാലും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഒത്തിരി ഇല്ലെങ്കിലും ബട്ട് കുറേ റെക്കോർഡ് വർക്ക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലായാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാൻ കൂടുതലും ഈ റെക്കോർഡ് റൈറ്റിംഗ് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഒരു ചെറിയൊരു റെക്കോർഡ് റൈറ്റിംഗ് വീഡിയോ മാത്രമായിട്ടാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ റെക്കോർഡ് വർക്ക്സ് ആയിട്ടാണ് ബിസി ആയിട്ടിരിക്കുന്നത്. വേറെ അധികം ക്ലാസ്സസൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ന് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സർവേയുടെ റെക്കോർഡാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്, ചെയിൻ സർവേയിങ്ങിൻ്റെ. അപ്പോൾ അതാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ മെയിൻലി അതിനെ പറ്റിയ, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ അനാലിസിസിൻ്റെ കുറച്ച് എന്താ പറയുക ഒരു ഹോംവർക്ക് പോലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ചെയ്തു. ആൻഡ് ഇന്ന് പ്രത്യേകിച്ച് അധികം ഒന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ജേണിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കാം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടോളൂ. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയാണ്.